ഡൽഹി മലയാളി കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു സോഷ്യൽ സംഘടന ഡൽഹിയിലുണ്ട്. ആ സോഷ്യൽ നാട്ടില് നിന്നെ അടിച്ച അടിക്ക് നിന്റെ കാരണല്ലേ അടിച്ച പൊട്ടിക്കണടാ. നിന്റെ കാരണം നിന്നെ ഞാൻ കാത്തിരിക്കായിരുന്നു. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ ഇന്നലെ ഷാജിദയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ് ഇന്നും ചെയ്യുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ ഷാജിദയുടെ പോക്കും ഇതൊക്കെ കാണുമ്പോൾ അവളുടെ ആ ഒരു സംസാര രീതിയും ഇതൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് കണ്ടിട്ടാണ് ഈ പുള്ളിക്കാരി ഇത്രത്തോളം ഇങ്ങനെ സംസാരിക്കുന്നത് എന്താണെന്നൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല. പുള്ളിക്കാരി എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത്? പുള്ളിക്കാരൻ്റെ ഇതിൽ പുറകെ ആരെങ്കിലും ഉണ്ടോ? ഇപ്പം ഇന്നലെ ഒരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു. എവിടെയോ വെക്കേഷൻ എവിടെയോ പോയതാണ്. അത് ഒരാൾ പുള്ളിക്കാരൻ്റെ അടുത്തിരിക്കുന്നുണ്ട്. അത് ഫേസ് കാണുന്നില്ല, മറിഞ്ഞിരിക്കുകയാണ്. പുള്ളിക്കാരി തലയിൽ തുണിയൊന്നും ഇടാതെ ഇങ്ങനെ ഇത് ചെയ്യുന്നത്. തലയിൽ തുണി ഇടുന്നതും ഇടാത്തതൊക്കെ അത് അവരുടെ ഇഷ്ടം, അത് ഒന്നും നമ്മൾ ഇതാക്കുന്നില്ല. അപ്പോൾ ആ വീഡിയോ എടുക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ ഇങ്ങനെ മറിഞ്ഞിരിക്കുന്നു, ഫേസ് കാണിക്കാതെ മറിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിൽ കുറേ കമൻസുകൾ കാര്യങ്ങൾ കണ്ടു. അടുത്ത ഷറഫ് അലിയാണോ ഇത്, കുട്ടികളെ കൂട്ടിയിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള പലതും കണ്ടു. അപ്പോൾ പുള്ളിക്കാരി അതിനുള്ള ന്യായീകരണം പറയുന്നത് എന്താണ്, എവിടെ പോകുമ്പോഴും കുട്ടികളെ കൂട്ടണമെന്നുണ്ടോ, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ പോകുമ്പോഴും കുട്ടികളെ കൂട്ടണമെന്നൊന്നുമില്ല. നീ എന്തിനാണ് അതെടുത്തിട്ട് റീൽസ് ഇടുന്നത്? റീൽസ് ഇടുമ്പോൾ ഈ കാണുന്ന ആളുകൾ പൊട്ടന്മാരല്ല, അതെല്ലാം എടുത്ത് ചോദിക്കും. അത് ചോദിക്കുമ്പോൾ കിടന്ന് കുരു പൊട്ടിയിട്ട് യാതൊരു കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താ പറയുക, ആ റീൽസൊക്കെ കാണുമ്പോൾ ശരിക്കും ആരാണെങ്കിലും ചോദിച്ചു പോകും. ഒരാൾ കഴിഞ്ഞ് മറ്റൊരാളിൽ ഇരുത്തുന്ന സമയത്ത് ഇത് ആരാണ് എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് ദേഷ്യം വന്നിട്ടോ അതിനെതിരെ അവരുടെ അടുത്ത് ചൂടായിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ പുള്ളിക്കാരൻ്റെ ക്രീം ഷാജി എന്ന് പറഞ്ഞിട്ടൊരു ക്രീമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ക്രീം അങ്ങനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. ഒരു കാര്യമില്ലാതെ എന്തെങ്കിലുമൊക്കെ കേട്ടിട്ട് നമ്മുടെ പേര് വെച്ചിട്ട് ഒരു ക്രീം പ്രൊമോട്ട് ചെയ്യാൻ അതിൻ്റെ പുറകിൽ വരുന്ന ഭവിഷ്യത്തുകൾക്കൊക്കെ നമ്മൾ തന്നെ അത് എന്താണ്, ആ ക്രീം ഇറക്കിയ ആരാണോ അതിൽ ഇതായിട്ട് നിന്നത് അവർ തന്നെ അതിനുള്ള അത് ചെയ്യേണ്ടി വരും. അത് ഭയങ്കര ഗുരുതര ആരോപണം തന്നെയാണ്. അപ്പോൾ എന്തായാലും മലയാളി കൂട്ടായ്മയുടെ ഒരു രമ മേഡം ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം, ഒന്ന് കണ്ടു നോക്കൂ. ഡൽഹി മലയാളി കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു സോഷ്യൽ സംഘടന ഡൽഹിയിലുണ്ട്. ആ സോഷ്യൽ സംഘടനയുടെ മാനേജിംഗ് ട്രസ്റ്റി അല്ലെങ്കിൽ പ്രസിഡന്റാണ്. എൻ്റെ പേരിലൊരു വോയിസ് കുറച്ച് ദിവസങ്ങളായിട്ട് യൂട്യൂബിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ യൂട്യൂബ് ഞാൻ അധികം യൂസ് ചെയ്യുന്ന ഒരാളല്ല, എങ്കിലും എൻ്റെ നാട്ടിലുള്ള കുറച്ച് സുഹൃത്തുക്കൾ ഒരു യൂട്യൂബറുടെ കുറേ വീഡിയോസ് എനിക്ക് അയക്കുകയും അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചർച്ച ചെയ്ത ഒരു വോയിസ് ക്ലിപ്പാണ് ഒരു യൂട്യൂബർ എടുത്ത് അത് അവരുടെ യൂട്യൂബിലിടുകയും അതിങ്ങനെ കുറേ പേര് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അതിനെക്കുറിച്ച് റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഞാൻ ഡൽഹി മലയാളി അസോസിയേഷൻ എന്നോ എയ്മ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എയ്മയുടെ ഡൽഹി മലയാളി അസോസിയേഷൻ്റെയും ഒരു വേൾഡ് ഡൽഹി മലയാളി അസോസിയേഷൻ്റെയും ഭാരവാഹിയല്ല. ഞാൻ ഡൽഹി മലയാളി കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു രജിസ്റ്റേർഡ് സംഘടന. 1832 അതിന്റെ രജിസ്റ്റേർഡ് നമ്പർ. 1832 1832. ഇത് വേണമെങ്കിൽ ഇട്ടിട്ട് ആർക്കെങ്കിലും അന്വേഷിക്കാൻ പറ്റും. ഞാൻ അതിൽ പ്രതികരിച്ചത്, ഞാനും അച്ഛനില്ലാത്ത 2 കുട്ടികളെ വളർത്തിയ ഒരാളാണ്. പക്ഷേ നമ്മൾ മക്കളെ വളർത്തുമ്പോൾ നമ്മൾ സമൂഹത്തിന് എന്തെങ്കിലും ഒരു മുതൽക്കൂട്ടായിട്ട് വളർത്തണം. നമുക്ക് മക്കളെ പ്രസവിക്കാം, പക്ഷേ നമ്മുടെ ഇഷ്ടത്തിന് മക്കളെ വളർത്താനുള്ള അധികാരമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമല്ല, ഞാൻ ആ യൂട്യൂബർ എൻ്റെ ശത്രുവല്ല, അവരെൻ്റെ മിത്രമല്ല, എനിക്ക് അവരറിയത്തില്ല. 38 വർഷമായിട്ട് ഡൽഹിയിൽ താമസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ സ്ഥിതിക്ക് എനിക്ക് അവരോട് ഒരു ശത്രുതയും തോന്നേണ്ട കാര്യമില്ല. സമകാലീനമായ നാട്ടിലുള്ള ചില കാര്യങ്ങളിലും ഞാൻ പല കാര്യങ്ങളിലും ഇടപെട്ടിട്ടുണ്ട്. കേരളത്തിലല്ല, ഇന്ത്യ ഒട്ടാകെ ഒരു ഓൾ ഇന്ത്യ ഗ്രൂപ്പാണ് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത്, രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത്. അതിൽ നമുക്ക് ഡൽഹി ഇടപെടാം. പിന്നെ മെയിനായിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഡൽഹി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഡൽഹി മലയാളികൾക്ക് വേണ്ടി തന്നെയുള്ളതാണ്. അപ്പോൾ മലയാളി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിന്റെ സ്ഥിതി വളരെ മോശമാണ്. നമ്മൾ കുട്ടികളെ വളരെ ശ്രദ്ധിച്ച് വളർത്തിയില്ലെങ്കിൽ അടുത്ത തലമുറ എങ്ങനെയായിത്തീരും, ഇനി ഒരു ജനറേഷൻ, നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞു പോകുന്ന ഒരു ജനറേഷൻ എങ്ങനെയായിത്തീരും എന്ന് നമുക്ക് തീരെ പറയാൻ പറ്റില്ല. പിന്നെ
ഞാനിത് പറഞ്ഞത് പിന്നെ ഈ കുറച്ച് ചാനലുകളൊന്നും ഞാൻ കാണാറില്ല, എങ്കിലും ഇതിന്ന് കുറച്ചൊക്കെ ഞാൻ കണ്ടപ്പോൾ എനിക്കും അത് മാനസികമായിട്ട് വിഷമം തോന്നി. കാരണം ഇനി വളർന്നു വരുന്ന ഒരു സമൂഹത്തിൽ ഒരു തലമുറ ഇങ്ങനെ വളർന്നു വരുമല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് വിഷമം തോന്നി. ഞാനത് നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും. ഇന്നലെ ഞാൻ ഡ്രഗ് ഇൻസ്പെക്ടർക്ക് കംപ്ലൈന്റ് ചെയ്തിരുന്നു. ഡ്രഗ് ഇൻസ്പെക്ടർക്ക് ഒരു മെയിൽ അയച്ചിട്ടുണ്ട്. ഇവിടുന്ന് കോർട്ടിൽ നിന്ന് ഒരു നോട്ടീസും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇന്നോ നാളെയോ, അതായത് ഞായറാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഈ നോട്ടീസ് അയക്കുകയും അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഒരു FIR ഇടിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ നാട്ടിലില്ല എങ്കിൽ പോലും വർഷത്തിൽ ഒരു 6 തവണ നാട്ടിൽ വരുന്ന, അതായത് ശനിയും ഞായറുകളും ഞാൻ എന്റെ വീട്ടിൽ തന്നെ ഉള്ള ഒരാളാണ്. എന്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് എല്ലാ ശനിയും ഞായറും മാസത്തിലെ ഏതെങ്കിലും ഒരു ശനിയും ഞായറും, ശനിയാഴ്ച വരും, ഞായറാഴ്ച രാത്രി നിൽക്കും, തിങ്കളാഴ്ച രാവിലെ തിരിച്ചു വരും. അതുകൊണ്ട് ഞാൻ മലയാളി അല്ലാത്ത ഒരാളല്ല. പിന്നെ എനിക്ക് മുഖമില്ലാതെയില്ല, എനിക്ക് വ്യക്തമായൊരു മുഖമുണ്ട്. എല്ലാവരും അറിയുന്ന ഒരു മുഖം തന്നെയാണ്. നിങ്ങൾ ഡൽഹിയിൽ വിളിച്ച് ചോദിച്ച ടോണി എന്ന് പറയുന്നത് എന്റെ സുഹൃത്ത് തന്നെയാണ്. പക്ഷെ പുള്ളിക്ക് വേൾഡ് മലയാളി അസോസിയേഷനിലെ രമയെ ചോദിച്ചാൽ അറിയില്ല. ഡൽഹി മലയാളി കൂട്ടായ്മ രമ അല്ലെങ്കിൽ ഒരു സോഷ്യൽ വർക്കർ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഡൽഹി മലയാളികൾക്ക് അത് അറിയാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അന്വേഷിക്കാം. വാട്ട് വെറൈറ്റീസ്, അതെന്റെ വിഷയമല്ല. ഞാൻ എന്റെ ഒരു പേരിൽ ഒരു വിവാദം ന്യൂസിൽ വന്നതുകൊണ്ട് മാത്രം അത് പ്രതികരിക്കാൻ തീരുമാനിച്ചതാ. എനിക്ക് അതിനോട്ട് സമയമുള്ള ഒരാളുമല്ല. നമുക്ക് ഇവിടെ തന്നെ 100 കൂട്ടം കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു ചാനലല്ല, ഇതുപോലെ രാത്രി പെയ്ഡ് മെമ്പർഷിപ്പ് നടത്തുന്നു, തെറി വിളിക്കുന്നു, അങ്ങനെയുള്ള കുറെ ചാനലുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആ ചാനലുകൾക്ക് എനിക്കറിയാവുന്ന കുറെ ചാനലുകൾ, അതായത് കുറെ പേര് എനിക്ക് കുറെ സ്ക്രീൻഷോട്ടുകളും കുറെ ലിങ്കുകളും ഒക്കെ അയച്ചു. ആ ലിങ്കുകളെല്ലാം വെച്ചുകൊണ്ടാണ് കൊടുത്തേക്കുന്നത്. ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ ഇതിനൊരു ആക്ഷൻ ഉണ്ടാവില്ല. കോടതിയിലെ കാര്യമാണ് അത്. ചിലപ്പോൾ പതുക്കെ ആക്ഷൻ ഉണ്ടാവുള്ളൂ. ആക്ഷൻ ഉണ്ടായാലും ഇപ്പൊ ഒരാൾ നമ്മൾ കേസ് കൊടുക്കുമ്പോൾ ആ കേസ് വിജയിക്കണം എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അത് വിജയിക്കണമെന്ന് ഒരിക്കലും നമുക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് കേസ് കൊടുക്കുന്ന നമ്മുടെ ഉത്തരവാദിത്വം, നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധത. അത് വിജയിക്കാതിരിക്കാം, അത് ശിക്ഷ കിട്ടാം, ശിക്ഷിക്കാതിരിക്കാം. പക്ഷേ സമൂഹത്തിൽ ഇങ്ങനെ ഒരു പ്രവണത കണ്ടപ്പോൾ ആ കുട്ടിക്ക് ജീവിക്കാൻ അധികാരമുണ്ട്, ജോലി ചെയ്യാൻ അധികാരമുണ്ട്. പക്ഷേ സമൂഹത്തിൽ ചില നിയമങ്ങളുണ്ട്. നമ്മളുടെ ഇടയിൽ, നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിയിൽ ഉള്ള നിയമം നമ്മളിൽ ഓരോരുത്തർക്കും ബാധകമാണ്. ഒരു മരണ വീട്ടിൽ ചെല്ലുക, അവിടെ ചെന്ന് ഡാൻസ് ചെയ്യുക, അവിടെ ചെന്ന് ആ മരണം ആഘോഷിക്കുക, ഒരു ശത്രു പോലും ചെയ്യാത്തൊരു കാര്യമാണ്. അതിനൊന്നും എനിക്കൊന്നും പറയാനുമില്ല. പക്ഷെ ഒരു മാനുഷിക പരിഗണന എന്ന നിലയിൽ ചില മനുഷ്യര് മാനുഷിക പരിഗണന അർഹിക്കുന്നവർക്ക് പോലും അത് കിട്ടാതെ പോകുന്ന ഒരു അവസരം വരുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ നിങ്ങളുടെ ആരുടെയും ശത്രുവല്ല, നിങ്ങൾ എന്റെയും ശത്രുവല്ല. ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ എന്റെ ജോലിയും എന്റെ സോഷ്യൽ വർക്കും എന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ഞാൻ മുമ്പോട്ട് പോകുന്ന ഒരാളാണ്. അതിനിടയ്ക്ക് വിവാദങ്ങൾ ഉണ്ടാക്കാനോ ഒരു യൂട്യൂബിൽ വന്നിരുന്ന് സംസാരിച്ച് 10 പേര് അറിയാനോ അങ്ങനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞാൻ ആഗ്രഹിക്കില്ല. ഞാൻ അത്ര അത്യാവശ്യം നല്ലൊരു വീട്ടിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു ഫേസും ഉണ്ട്, എനിക്ക് നല്ലൊരു പേരുമുണ്ട്. അത് മാറ്റാനോ അല്ലെങ്കിൽ അതിനായിട്ട് ഇനി ഫേസ്ബുക്കിൽ വന്നിരുന്ന് വേറൊരു പേരുണ്ടാക്കാനോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദയവായി ആ പറഞ്ഞ ആള് ഞാൻ തന്നെയാണ്. മുഖമില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് മുഖം കാണിക്കാമെന്ന് വിചാരിച്ചത്. അത് ഞാൻ അങ്ങനെ കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. അത് ആരാടാണോ പറഞ്ഞിട്ടുള്ളത് അവരെ കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ആ യൂട്യൂബർമാരെയൊക്കെ പലരെയും ഇന്നലെയൊക്കെ വിളിച്ചപ്പോൾ ഇങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞു. അവരവരെ ഇഷ്ടത്തിന് കൊടുത്തത് അതെന്റെ ഉത്തരവാദിത്വമല്ല. അതിലെനിക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല. ആ വോയിസിന്റെ ഉടമ ഞാൻ തന്നെയാണ്. ഞാനിവിടെ ഡൽഹിയിലുള്ള ആളാണ്. ഞാൻ തന്നെയാണ് ആ വോയിസ് ഇട്ടത്. ആ വോയിസ് ഇട്ടതിന്റെ പുറകിൽ തന്നെ ഡ്രഗ് ഇൻസ്പെക്ടർക്ക്, ഡ്രഗ് കൺട്രോളർക്കും ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട്. ഇന്നോ നാളെയോ ഇതിന്റെ പുറകെ ഒരു പരാതി അവിടുത്തെ പോലീസ് സ്റ്റേഷനിലും അവിടുത്തെ SP-ക്കും നമ്മുടെ ADGP-ക്കും പിന്നെ കോടതിയിൽ നിന്നും ഒരു നോട്ടീസ് ഈ ആഴ്ച തന്നെ അത് ഫയൽ ചെയ്യും. 101% അത് ഫയൽ ചെയ്യും. പിന്നെ അതൊന്നും എനിക്ക് ആരും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇതിനോടകം പല കേസുകളിലും ഞാൻ ഇടപെട്ടിട്ടുണ്ട്. ജയസൂര്യയുടെ കേസാണെങ്കിലും ഞാൻ ഇടപെട്ടിട്ടുണ്ട്. പല കേസുകളിലും കക്ഷി ചേർന്നിട്ടുണ്ട്. പല ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് തന്നെ ഉള്ള ഒരാളാണ്. പക്ഷെ ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അത് ഇനിയും ഞാൻ പറയുന്നു. ഇങ്ങനെ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ അവരുടെ വീട്ടിന്റെ 4 ചുവടുകൾക്കുള്ളിൽ ഒതുങ്ങേണ്ട ഒരു കാര്യം ഇതുപോലെ വന്ന് പബ്ലിക് ഫോമിൽ വന്ന് വിളിച്ചു പറഞ്ഞ് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള വൃത്തികെട്ട വേർഡുകൾ, അബ്യൂസിംഗ് വേർഡുകൾ യൂസ് ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. അത് സൂക്ഷിക്കേണ്ടതാണ്. അത് നിയമമാണ്. അത് നിയമം എല്ലാവർക്കും ബാധകമാണ്. എനിക്കും ആ കുട്ടിക്കും ഇനി വേറെ തെറി പറയുന്നവരുണ്ടെങ്കിൽ അവർക്കും എല്ലാവർക്കും അത് നിയമം ബാധകം. അപ്പൊ നിങ്ങളിത് കേട്ടല്ലോ. ഇവരെന്തോ ഡൽഹി മലയാളി കൂട്ടായ്മയുടെ എന്തോ ഒരു ഇതാണ്. അപ്പം ഇങ്ങനെ എന്താണ് ക്രീമുകളും ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതും അതൊക്കെ കുറ്റകരം തന്നെയാണ്. അങ്ങനെ നമ്മൾ തോന്നിയ പോലെ നമ്മുടെ പേരിട്ടിട്ട് ക്രീമുകളും ഇതൊന്നും പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. അതൊക്കെ ഭയങ്കര തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇവളുടെ ഓരോ വീഡിയോസിൽ എടുത്ത് നോക്കുമ്പോഴും തരം താഴ്ന്ന ഒരാൾക്ക് അംഗീകരിക്കാൻ കഴിയാത്തുള്ള വീഡിയോസുകളാണ്. ഇവൾക്ക് എന്തെല്ലാം വീഡിയോസിൽ ഇടാം, എന്തെല്ലാം ചെയ്യാം. പക്ഷെ എന്തിനാണ് ഇങ്ങനെ സ്വയം തരം താഴ്ന്നുകൊണ്ട് സ്വന്തം മക്കളുടെ മുമ്പിൽ വെച്ചിട്ട് ഇവൾ
ഇങ്ങനെ ഇത് കാണിക്കുന്നതെന്നും മനസ്സിലാവുന്നില്ല. മക്കളെ വളർത്താൻ എന്തെല്ലാം വഴികളുണ്ട്, എന്തെല്ലാം നമ്മുടെ മുമ്പിൽ വഴികളുണ്ട്. ഇങ്ങനെയും ഇത് ചെയ്തിട്ട് വേണം, ഇങ്ങനെയും മറ്റുള്ളവരെ വെറുപ്പിച്ചിട്ടും മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടും മറ്റുള്ളവരുടെ ശത്രുത നേടിയിട്ടും വേണം ഇവൾക്ക് ഇങ്ങനെ നെഗറ്റീവ് ഇമേജിലൂടെ എന്തിനാണ് ഇവളിങ്ങനെ ഇതാകണതെന്ന് മനസ്സിലാവുന്നില്ല. എന്ത് തന്നെയാണെങ്കിലും ഷാജിദ ചെയ്തത് അങ്ങേയറ്റത്തെ തറ പരിപാടി തന്നെയാണ്. ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റാത്തുള്ള തറ പരിപാടി തന്നെയാണ് പുള്ളിക്കാർ ചെയ്തു കൂട്ടുന്നത് എന്ന് തന്നെ പറയാം. ഒരിക്കലും ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല. സത്യത്തിൽ ഇവളുടെ ഈ കാട്ടിക്കൂട്ടലൊക്കെ കാണുന്ന സമയത്ത് അവളുടെ ഹസ്ബൻഡ് മനം നൊന്ത് ആത്മഹത്യ ചെയ്തതാണെന്ന് തന്നെ തോന്നിപ്പോവണം. ഈ പുള്ളിക്കാരുടെ കാട്ടിക്കൂട്ടലും ഇവളുടെ ആ വർത്താനത്തിൻ്റെ ആ ശൈലിയും അത് കാണുമ്പോൾ തന്നെ ഒരു പെണ്ണിന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇത്. എത്ര നമ്മൾ ഇതായി കഴിഞ്ഞാലും നമ്മൾ പബ്ലിക്കിന് മുമ്പിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്ന സമയത്ത് അവളുടെ ആ ഗഡ്സ് ഒന്ന് നോക്ക് എത്രമാത്രം ഇതായിട്ടാണ് അവൾ സംസാരിക്കുന്നത്. ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല. എന്ത് തന്നെയാണെങ്കിലും ആർക്കും. ഇപ്പം ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും ആദ്യമൊക്കെ ഷാജിദയെ സപ്പോർട്ട് ചെയ്തിട്ട് കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും വെറുത്ത് തുടങ്ങി എന്ന് തന്നെ പറയും. ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരെന്തെങ്കിലും ഒരു 100-10% പേരൊക്കെ ഉണ്ടാവുള്ളൂ ഇവളെ സപ്പോർട്ട് ചെയ്യാനും ഇവളെ മാത്രം താങ്ങിക്കൊണ്ട് നടക്കുന്ന ആളുകളും. അതിൽ 100-90% ഇപ്പോൾ ഇവൾക്ക് എതിരാണ്. ആ മക്കളെ വെച്ചിട്ട് ഇവള് കളിക്കുന്നു എന്നുള്ള രീതിയിലാണ് പല വീഡിയോസും പല കമൻസുകളും വരുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഈ ചെയ്യുന്നത് പക്ക പോക്കൃത്തരം തന്നെയാണ്. ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക്. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.